പള്ളിക്കൂടത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോച്ചാൻ ഒന്ന് നിന്നു. പഴയ സ്കൂളിന്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമ്മാനവുമുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിന്റെ പേര് എഴുതി വച്ചിരുന്നു. ഇവിടെ വാതിലിന്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുട്ടികൾ മാത്രം. ഹായ്, വളരണ വാതിലേ! ടോട്ടോച്ചാൻ അതിശയിച്ചു പോയി. ഇത് ടെലിഫോൺ പോസ്റ്റിന്റെ അത്രയും വളരോ? അവൾക്ക് കൗതുകം അടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ ഇത് വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. ടോമോ ഗാക്വൻ. ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാട്ടിനിടയിലൂടെ അവളത് കണ്ടത്. ഹായ്! വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് അവ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെ ഒരു തീവണ്ടി! ആ മൈതാനത്തിലെ അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. അത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാൻ ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം. ചെരിഞ്ഞു വീഴുന്ന ഇളം വെയിലിൽ റെയിൽമുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ നീലക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം.